യോഗത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റുമായ സഹ വികാരി ഈ പ്രസംഗ മത്സരത്തിന്റെ ഒരു ലക്ഷ്യമായ ബഹുമാനപ്പെട്ട ജോൺ കെ ജേക്കബ്, നമ്മുടെ പ്രസംഗ മത്സരത്തിന്റെ ജഡ്ജസായി എത്തിയിരിക്കുന്ന തോമസ് ബോൾസ, രാജു ബോൾസ, ഇടവകയുടെ ട്രസ്റ്റി ശ്രീ തോമസ് പി ഡാനിയൽ, ഇടവകയുടെ സെക്രട്ടറി ശ്രീ ദിലീപ് തോമസ്, യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ ജോസഫ്, ഇവിടെ മത്സരത്തിനായി എത്തിയിരിക്കുന്ന മത്സരാർത്ഥികൾ, ഇവിടെ സന്നിധിയായിട്ടുള്ള എല്ലാവരും എൻ്റെ സ്നേഹം. പ്രസംഗങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. ഒരു പ്രസംഗ മത്സരത്തിനായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ പ്രസംഗങ്ങളുണ്ട്, ചരിത്രത്തിൽ അംഗലിപികളിൽ എഴുതപ്പെട്ട പ്രസംഗങ്ങളുണ്ട്. BC 44 റോമ ചക്രവർത്തി ജൂലിയസ് സീസർ കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൊലയാളികളുടെ കൂട്ടത്തിൽ വിശ്വസ്ത സെനറ്ററായ മാർക്കസ് ബ്രൂട്ടസ്. നല്ലവരിൽ നല്ലവനായ ബ്രൂട്ടസ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അപ്പൊ നമുക്ക് ബ്രൂട്ടസിൽ നിന്ന് കേൾക്കാൻ കൂടെ പറയുന്നു. ബ്രൂട്ടസ് പ്രസംഗിക്കില്ലേ? ബ്രൂട്ടസ് പറഞ്ഞു, ഞാൻ സീസറെ സ്നേഹിച്ചിരുന്നു, അദ്ദേഹം എന്നെ മകനെ പോലെയാണ് കരുതിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സീസറെ കൊന്നു. കാരണം സീസറേക്കാൾ അധികം ഞാൻ നിങ്ങളെ റോമിന്റെ ജനതയെ സ്നേഹിച്ചു. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായി മാറുകയായിരുന്നു. ജനക്കൂട്ടത്തെ കൈകെട്ടിയ ഒരു പ്രസംഗം. ഒപ്പം സീസറുടെ അനുയായിയായിട്ടുള്ള മാർക്കാനെ പ്രസംഗിക്കാൻ വരുന്നു ഒരു ചരമ പ്രസംഗം. അപ്പോൾ ബ്രൂട്ടസിനെ അനുകൂലിച്ച് ജനങ്ങളെല്ലാം കരുതുകയാണ്, ഇവൻ ബ്രൂട്ടസിനെതിരായി പറഞ്ഞതിനെ വെച്ചേക്കരുത്. മാർക്കാനെ വളരെ ബുദ്ധിപരമായ പ്രസംഗം തുടങ്ങി. ബ്രൂട്ടസിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗം തുടങ്ങി. ബ്രൂട്ടസ് ഒരു ബഹുമാനായ മനുഷ്യനാണ് തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു. പക്ഷേ ബ്രൂട്ടസിന്റെ വാദഗതികളെ മുഴുവൻ കാണിച്ചുകൊണ്ട് ബ്രൂട്ടസിന് അനുകൂലമായി നിൽക്കുന്ന ജനത്തെ തന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് ബ്രൂട്ടസിനെതിരായി ബ്രൂട്ടസിനെ നമ്മൾ ഓടി രക്ഷപ്പെട്ടു. അതാണ് പ്രസംഗത്തിന്റെ ശക്തി. പിന്നീട് വലിയ യുദ്ധമാണ് നടന്നത്. മാർക്കാനെയും ഒക്ടേവിയസ് സീസർ അടങ്ങിയ സംഘം വിജയിച്ചു. ഒക്ടേവിയസ് സീസർ തന്റെ പേര് മാറ്റി ഓഗസ്റ്റസ് സീസർ എന്നാക്കി. ഓഗസ്റ്റസ് സീസർ ഭരിച്ചിരുന്ന കാലത്താണ് ക്രിസ്തു ജനിച്ചതെന്ന്. അതുപോലെ അമേരിക്കയിൽ ഒരു സുപ്രസിദ്ധമായ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് പൗരത്വമില്ല, പൗരാവകാശവുമില്ല. ആ വിധിക്ക് എതിരെ നടത്തിയ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് എബ്രഹാം ലിങ്കൺ എന്ന മനുഷ്യൻ നടത്തിയ ശക്തമായ പ്രസംഗം. അദ്ദേഹം അതുവരെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും പരാജയം മാത്രം വിധിച്ചു കഴിഞ്ഞിരുന്ന അദ്ദേഹം പെട്ടെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രസംഗത്തിന്റെ ശക്തി. ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട മറ്റൊരു പ്രസംഗമുണ്ട്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടണിലെ ലിങ്കൺ മെമ്മോറിയലിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ നടത്തിയ പ്രസംഗം. മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയറിന്റെ പ്രസംഗം. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പലവട്ടം എടുത്തു പറഞ്ഞ ഒരു പ്രസംഗം. I have a dream that my 4 little children will live in a nation where they will not be judged by the color of the skin but by the content of their character. എന്ന 4 കുഞ്ഞുമക്കൾ ഒരു ദിവസം അവരുടെ തൊലിയുടെ നിറമല്ലാതെ സ്വഭാവത്തിന്റെ സവിശേഷത വെച്ച് അളക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു സ്വപ്നമെങ്കിലും. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഫിറ്റ്സ്ജെറാൾഡ് കെന്നഡിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിച്ച ഒരു പ്രസംഗം. അങ്ങനെ മഹത്തായ പ്രസംഗങ്ങൾ അനേകമുണ്ട്. നമ്മുടെ മലയാളക്കരയിൽ സുമാറായിക്കോട്ടെ പോലെ നമ്മുടെ സഭയിൽ ഡോക്ടർ പൗലോസ് കോളേജിൽ പോലെയുള്ള വലിയ വലിയ പ്രസംഗങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയ പ്രസംഗ മത്സരമാണ് നടക്കുന്നതെന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് അങ്ങനെയുള്ള വലിയ പ്രാസംഗികരെ കണ്ടെത്താനുള്ള ഒരു പരിശീലന കളരിയായിട്ട് പോലുള്ള പ്രസംഗ മത്സരങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നതിൽ തെറ്റില്ലല്ലോ, ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ കർത്തവ്യത്തിലേക്ക് വരികയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഇടവകയുടെ വികാരിയും ഓസിനെയും യൂണിറ്റ് പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോൺ കെ സംബന്ധിച്ച് ഈ യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നെടുനായകത്വം വഹിച്ച് ഞങ്ങളെ നയിക്കുന്നു. അദ്ദേഹത്തെ ഈ യോഗ
സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഷാർജ ഇടവകയിലെ സഹവികാരി ഇന്ന് നമ്മളെ കുർബാന അനുഗ്രഹിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ഈ മത്സരത്തിന് ജഡ്ജായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ കെ ജേക്കബ് അച്ഛൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ഈ പ്രസംഗ മത്സരത്തിന്റെ ജഡ്ജസായിട്ട് എത്തിയിരിക്കുന്ന രണ്ട് പ്രമുഖ വ്യക്തികളാണ്. ബഹുമാനപ്പെട്ട തോമസ് പോൾ സാർ ദുബൈയിലാണ്. എല്ലാവർക്കും സുപരിചിതമാണ്. സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സുപരിചിതമായ ഒരു മുഖമാണ് ബഹുമാനപ്പെട്ട തോമസ് പോൾ സാറിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മത്സരത്തിന്റെ കമ്മിറ്റി ജഡ്ജിയാണ് രാജീവ് പോൾ സാർ. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വലിയ വളരെ പാണ്ഡിത്യമുള്ള ആളാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ഭരണത്തിന് നേതൃത്വം വഹിക്കുന്നതിന് ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി ട്രസ്റ്റി ശ്രീ തോമസ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ശ്രീ തോമസ്, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ നമ്മുടെ മുസ്ലിം യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുനിൽ ജോസഫ് അതിന്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ടിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന യോഗക്കാരെ മറ്റ് പലരിൽ നിന്നുള്ള ഇരുപത് സ്ഥാനാർത്ഥികൾ എല്ലാവരെയും സ്വാഗത ആശംസകളുടെ പ്രസംഗം എന്നത് എല്ലാവർക്കും ചിന്തകളിൽ ഔന്നത്യത്തിൽ നിർത്തുന്നവർക്ക് മാത്രമുള്ളതാണ്.